ഹലോ നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണം എന്താ അറിയോ? ദിൽ റൈസ്. ആരെയും ദിൽ റൈസ് കഴിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? നമുക്ക് നോക്കി നോക്കാം അല്ലേ. സിമ്പിളാണ്. കുറച്ച് ചോറ് നമ്മൾ വേവിച്ചേക്കണം എന്നുള്ളൂ. വെച്ച് കുറച്ച് തേങ്ങയും കൂടി ഉണ്ടെങ്കിലല്ല സൂപ്പർ ഈസിയാണ്. ഞാൻ എങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇല ഇതാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഇലയും കൂടി ഇടുക. പിന്നെ ഒരു പച്ചമുളക് കൂടി എരിവിന് ഇരുന്നോട്ടെ കേട്ടോ. ഒന്നും കൂടി ചതച്ചെടുക്കുക അല്ലേ. പിന്നെ നമ്മളൊരു പാനിലേക്ക് ബട്ടറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബട്ടർ ഇട്ടു. അതിങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ബദാമും കിസ്മിസും കാഷ്നട്ടുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. കണ്ടോ, ആ മുന്തിരിങ്ങയൊക്കെ ഒന്നിങ്ങനെ പൊള്ളച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങയും ദില്ലൊക്കെ ഇല്ലേ, അതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കുക. കണ്ട, ഒന്നിങ്ങനെ ഇളത്തി വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബസ്മതി റൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ദില്ല് നമുക്കേ ഇങ്ങനെ ചെറുതായ കഷ്ണങ്ങളായിട്ട് അതും കൂടി ഇടാം കേട്ടോ. കണ്ടോ, നമ്മുടെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ദിൽ റൈസ് റെഡി. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ ദിൽ റൈസ് റെഡി ആയിട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. അയ്യോ നല്ല രസമുണ്ട്, ഒരു ഗ്രീൻ കളറൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കിസ്മിസും നമ്മുടെ ബദാമൊക്കെ ഇങ്ങനെ കിടക്കണം. നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. അയ്യോ അടിപൊളി കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ ഒരു വെറൈറ്റി കേട്ടോ. കാരണം ദില്ല് എന്ന് പറഞ്ഞാൽ ആ സാധനമില്ലേ, ആ സാധനത്തിൻ്റെ ഫ്ലേവർ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കൊള്ളണമെന്നില്ല കേട്ടോ, പക്ഷെ എനിക്കിഷ്ടമാണ്. അതും നമ്മുടെ തേങ്ങയും പച്ചമുളകിന് ചെറുതായിട്ടൊരു എരിവും പിന്നെ ആ കിസ്മിസും നമ്മുടെ ബദാമിന് പകരം കാഷ്നട്ടിനെങ്കിൽ ഇട്ടാലും മതി കേട്ടോ. അതും കൂടെ എല്ലാതും കൂടെ ആക്കിയിട്ട് നല്ല നമ്മുടെ ബസ്മതി റൈസിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോഴല്ലോ സൂപ്പർ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. ഇതിന് പിന്നെ എന്താണെന്നറിയോ? നമ്മൾ ഈ റൈസും നമ്മൾ ഈ ബാച്ചിലേഴ്സൊക്കെ ഇട്ട് താമസിക്കുന്നവർക്കേ നമ്മൾ ഈ റൈസും ഈ മിക്സും നമുക്ക് ഉണ്ടാക്കി വെച്ചാലേ പെട്ടെന്ന് നമുക്ക് ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ചൂടാക്കല ഒരു പാൻ വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ചൂടാക്കിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടോ അടിപൊളി. കറികളുടെ ആവശ്യമൊന്നുമില്ല. നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റുമാണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ.